ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അഡീനിയൻ പ്ലാന്റിൽ ഈ മഞ്ഞ കളറായി ഇലകളൊക്കെ മഞ്ഞ കളറായി വരുന്നതിൻ്റെ ഒരു കാരണം, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ, അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ അഡീനിയം പ്ലാന്റിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മദർ പ്ലാന്റിൽ വിത്തുണ്ടായതും അത് നമ്മൾ മുളപ്പിച്ച് പുതിയ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുത്തൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏകദേശമൊക്കെ നന്നായിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മദർ പ്ലാന്റിൽ 2-3 അഡീനിയത്തിൽ ഈ ഇലകളൊക്കെ നല്ല മഞ്ഞ കളറായി വരുന്നുണ്ട്. അടിഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ചിലപ്പോൾ അത് ഇല പൊഴിയുന്നൊരു സീസൺ ഉണ്ട് ഇതിൻ്റെ, അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് കണ്ടപ്പം അതിനെന്തോ ഒരു കെയർ കുറവാണ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പം അതിൽ കുറച്ചൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ അഡീനിയത്തിന് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക. നമ്മൾ മഴ സീസണൊക്കെ വന്നപ്പം ഒരു സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം അത് അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വെയിലൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോകുന്നതുകൊണ്ടും ഈ ചെടീനെ കാണിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചപ്പം കുറച്ചൊരു മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലേക്കാണ് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് കുറവുണ്ട്. പുതുതായിട്ട് ഇലകളൊക്കെ കിളിർത്തിട്ടുണ്ട്. കുറച്ച് ചെടി തന്നെ ഒന്ന് ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോകുന്നതാകാം, അല്ലെങ്കിൽ ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെയിലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ആണ്. പോട്ടി മിക്സിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പാകപ്പിഴ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ചെടി ഇങ്ങനെ ചീഞ്ഞു പോകുന്നത്. നമ്മൾ ഈ അടുത്തൊന്നും ഇങ്ങനെ റീപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മിനിമലായിട്ടുള്ള വളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ പോട്ടിൻ്റെ മേൽമണ്ണ് നോക്കിയിട്ട് ഡ്രൈ ആവുന്ന സമയം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചെടിയിൽ എന്തെങ്കിലും കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെ വല്ല ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലകൾ തിന്നുമോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലകൾ ഈ മഞ്ഞയാവുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പോട്ടിനൊക്കെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. നല്ല ഡ്രെയിനേജ് ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയും നമ്മൾ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. പെട്ടെന്ന് നമ്മൾ വേരുന്നാണ് കാഡറ്റ്സൊക്കെയാണ് ചീഞ്ഞു പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പോട്ടിൽ ഒന്നെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പോട്ടി മിക്സ് അത്ര ശരിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ് ഒക്കെ കുഴിച്ചിടുമ്പം ഒരുപാട് ആഴത്തിൽ കുഴിച്ചിടേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ കാഡറ്റ്സൊക്കെ അത്യാവശ്യം പുറത്തേക്കാണ് നിൽക്കേണ്ടത്. ഈ കാഡറ്റ്സ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകട്ടോ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കാഡറ്റ്സൊക്കെ കുറച്ചൊന്ന് പുറമേ കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴോ അതോ പുതുതായിട്ട് തൈയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ചെറിയ കാഡറ്റ്സ് ആണെങ്കിലും ഒക്കെ പുറത്ത് തന്നെയാണ് ഉള്ളത്. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അഡീനിയം ചെടി നശിച്ചു പോകാതെ നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും കുറച്ച് ഇലകളിലൊക്കെ വാട്ടുണ്ടാവും, അതുപോലെ ഇല പൊഴിയാനൊക്കെ തുടങ്ങും. എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഇല പൊഴിയുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അഡീനിയം വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പോട്ട് സെലക്ട് ചെയ്യുമ്പം പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഈ ഒരു മണ്ണിൻ്റെ പോട്ട് സെലക്ട് ചെയ്യരുത്. കാരണം മണ്ണിൻ്റെ പോട്ടിൽ അത്യാവശ്യം തണുപ്പ് കിട്ടുന്നതാണ്. ഈ അഡീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ ചൂടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെയിലത്തേക്കൊക്കെ വെച്ചപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെടിയിൽ. അല്ലാത്ത ഈ പഴയ ലീവ്സൊക്കെ ഇങ്ങനെ മഞ്ഞായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിട്ട് പുതിയ ലീവ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു മദർ പ്ലാന്റിൽ നന്നായിട്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം പൂ വിരിയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലും മുട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നായിരുന്നു നമ്മൾ വിത്തൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഡീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറേ കാലം നിൽക്കുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതുമാണ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ടിപ്സൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.